നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ഹെൽത്തി ഡ്രിങ്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട്. അത് പറിക്കാനായിട്ട് നമുക്ക് അവിടേക്ക് പോകാം. ഇവിടെ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്കിന് ആവശ്യമായിട്ടുള്ള നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ തൊടിയിൽ നിൽക്കുന്ന നെല്ലിൽ നിന്ന് തന്നെ പറിച്ചതാണ്. കുറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട്. ഒരു 3-4 താഴെ നിൽപ്പുണ്ട്. അതും കൂടി നിങ്ങളെ ഞാൻ പറിച്ച് കാണിക്കാവേ. കുറേയും പൂവായിരുന്നു, പക്ഷെ കുറച്ചേ പിടിച്ചിട്ടുള്ളൂ. മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കേട്ടോ. നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്കിന് ആവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. നെല്ലിക്ക, കാന്താരി, ഇഞ്ചി, ഉപ്പ്, പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം. നമ്മുടെ നെല്ലിക്ക നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അരി മാറ്റിയെടുക്കാവേ. കൈയൊന്നും മുറിയാതെ സൂക്ഷിച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ. നല്ല വിളഞ്ഞ നെല്ലിക്കയാണേ, അതാണ് ജ്യൂസിന് നല്ലത്. അല്ലെങ്കിൽ നല്ല കയ്പ്പായിരിക്കും. ഇത് വലിയ കയ്പ്പില്ലാത്ത നല്ല വിളഞ്ഞ നാടൻ നെല്ലിക്കയാണ്. അപ്പോഴേ നമ്മുടെ നെല്ലിക്കയൊക്കെ അരിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജ്യൂസറിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ചെടുക്കാം. എരിയൊക്കെ ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ കേട്ടോ. കാന്താരിക്കൊക്കെ നല്ല എരിയായിരിക്കും. വയറൊക്കെ നന്നായിട്ട് ഒത്തിരി എരി ചേർത്താൽ, ഇഞ്ചിയും കാന്താരിയൊക്കെ ആകുമ്പോൾ. കുറച്ച് കാന്താരി ഇട്ടു, കുറച്ച് ഇഞ്ചി. ഇതൊന്നും ഇട്ടില്ലെങ്കിലും മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്തടിച്ചാലും നന്നായിരിക്കും കേട്ടോ. ഉപ്പും കൂടെ ഇടണേ. ഞാൻ വെള്ളം ഒഴിച്ചേച്ച് ഉപ്പും കൂടെ ഇടാം. ഉപ്പ് കല്ലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അരിച്ചെടുക്കാവേ. പിന്നെ ഈ ഫൈബറൊക്കെ കുടിച്ചിറക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇത് കുടിച്ചിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അവിടെ നിൽക്കുന്ന നെല്ലിക്ക മരത്തിലാണോ ഞാൻ കാണാറുണ്ട്? അയ്യോ, അത് സൂപ്പർ നെല്ലിക്കായ, നെല്ലിക്കായ. അപ്പൊ അതിന്റെ ജ്യൂസാ ഇന്ന് മൊത്തം ഞാനൊക്കെ തണുക്കാൻ പോവാ കേട്ടോ. ഞാൻ നെല്ലിക്ക എന്ന് പറയുന്നത് തണുപ്പാണല്ലോ. സൂപ്പർ ആണല്ലോ, കണ്ടിട്ട് നല്ല തെളിഞ്ഞ. ആഹാ ആഹാ ആഹാ, സൂപ്പറാ കേട്ടോ. ഞാനൊന്ന് സിപ്പ് ചെയ്തോട്ടെ. എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാനൊന്ന് സിപ്പ് ചെയ്യാൻ പോവാം കേട്ടോ. സൂപ്പർ. ഞങ്ങൾ ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കൊല്ലം, കായംകുളം, പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത്ര അടിപൊളി ജ്യൂസ്, എന്നാ ടേസ്റ്റ്! ഉപ്പിൻ്റെതും കാന്താരിയുടെയും ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റ് ഇവൻ അടിപൊളിയാട്ടോ. ഇത് നന്നായിരിക്കുന്നു. എനിക്കിതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഞാൻ ഈ അടുത്ത സമയത്ത് എങ്ങും കുടിച്ചിട്ടില്ല. ഇതൊരു വെറൈറ്റിയാണ്, പുതിയ വെറൈറ്റിയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഇപ്പോഴേ നമ്മുടെ ജോർജൻ ജ്യൂസ് കുടിച്ചിട്ട് അഭിപ്രായം പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങളും ഇതുപോലെ തന്നെ നെല്ലിക്ക കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അടുത്തൊരു കിടക്കാച്ചി വീഡിയോയുമായി കാണും വരെ സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസ്.